പഞ്ചദശി 12-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ ആത്മാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ആത്മപ്രസാദ സ്വരൂപം. സാക്ഷിയായ ആത്മസത്തയെ പ്രിയതമമെന്നു കണ്ട് അന്വേഷിക്കുന്നവൻ ലോകത്തു വെച്ച് ഉത്തമമായ സുഖം സിദ്ധിക്കുന്നു. മറ്റു പ്രിയ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്നവയാണ്. ആത്മാവിനെ പ്രിയമായി കരുതുന്നവന് അത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നിത്യമായ സുഖവസ്തുവാണ് ആത്മാവ്. സുഖം തരാൻ കഴിവുള്ളതിനെ മാത്രമേ നാം സ്നേഹിക്കാറുള്ളൂ. ആത്മാവിനെ ഏറ്റവുമധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ആനന്ദത്തിനിരിപ്പിടമാണതെന്നും വന്നു ചേരുന്നു. സ്നേഹം കൂടി ആത്മാവിനോട് അടുക്കും തോറും സുഖവും കൂടിക്കൊണ്ടിരിക്കും. ആത്മാവിനെ പൂർണ്ണമായി അറിഞ്ഞാലേ സുഖമുള്ളൂ എന്ന ധാരണ തെറ്റാണ്. എത്ര കണ്ട് ആ സത്യത്തോട് അടുക്കുന്നു അത്ര കണ്ട് സുഖവും കൂടും. നിസ്സംഗത്വവും ഹൃദയപരിശുദ്ധിയുമാണ് അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ആത്മസാമീപ്യം സുഖാധിക്യമുളവാക്കുന്നുവെന്ന് തൈത്തിരീയോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലും വിവരിച്ചിട്ടുണ്ട്. സാർവഭൗമനായ ചക്രവർത്തി മുതൽ ഹിരണ്യഗർഭൻ വരെയുള്ളവരുടെ ആനന്ദ താരതമ്യം ഈ രീതിയിൽ സംഭവിക്കുന്നതാണ്. തിര്യക്കുകളിലും മനുഷ്യരിലുമുള്ള സുഖവ്യത്യാസം നമുക്ക് തന്നെ കാണാവുന്നതാണല്ലോ. ഭൗതിക ഭോഗങ്ങൾ കണക്കിലെടുക്കാതെ മനുഷ്യരിൽ തന്നെയുള്ള സുഖാനുഭവ ഭേദവും നാം ദിവസേന കണ്ടറിയുന്നതാണ്. സമ്പത്ത് അധികമൊന്നുമില്ലാത്ത പലരും വലിയ സമ്പന്നന്മാരെക്കാളും ശാന്തരും സുഖികളുമായി കാണപ്പെടുന്നുണ്ട്. ആത്മചൈതന്യവും ആത്മസുഖവും. ചൈതന്യവും സുഖവും ആത്മഗുണങ്ങളാണെന്നാണല്ലോ നാം ചർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ചൈതന്യമുള്ളിടത്തെല്ലാം സുഖവും സ്വാഭാവികമായി തന്നെ കാണേണ്ടതല്ലേ? അങ്ങനെ കാണുന്നില്ലല്ലോ. ചേതനങ്ങളായ ബുദ്ധിവൃത്തികളിൽ തന്നെ സത്വപ്രധാനമായ ശാന്തതലത്തിൽ മാത്രമേ സുഖാനുഭവമുള്ളൂ എന്നാണല്ലോ നാം കണ്ടത്. ഇതിന് കാരണമെന്താണ് പറയാം. ഒരു വസ്തുവിന് പല ഗുണങ്ങളുണ്ടെങ്കിലും അവയെല്ലാം എല്ലായിടത്തും വ്യാപരിക്കണമെന്നില്ല. ചില ഗുണങ്ങൾ വസ്തുവിനോട് അടുത്താൽ മാത്രമേ വ്യക്തമായി വേർപെട്ടറിയാൻ പറ്റൂ. ദീപത്തിൻ്റെ സ്വതസിദ്ധങ്ങളായ ഗുണങ്ങളാണല്ലോ ഉഷ്ണവും പ്രകാശവും. എന്നാൽ പ്രകാശം മുറിയിൽ സർവത്ര വ്യാപിക്കുമ്പോൾ ഉഷ്ണം ദീപത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്തു മാത്രമേ വ്യക്തമായി അനുഭവപ്പെടുന്നുള്ളൂ. അതുപോലെ ചൈതന്യവും ആനന്ദവും ആത്മാവിൻ്റെ സ്വരൂപങ്ങളാണെങ്കിലും ബുദ്ധിവൃത്തികളിൽ സർവത്ര രണ്ടും ഒരുപോലെ വ്യാപിക്കുന്നില്ല. ചൈതന്യം ബുദ്ധിസങ്കല്പങ്ങളിൽ എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ ആനന്ദം ആത്മാവിനോട് അടുത്തു നിൽക്കുന്ന സത്വഗുണപ്രധാനങ്ങളായ ചിത്തവൃത്തികളിൽ മാത്രമേ വ്യാപിക്കുന്നുള്ളൂ. ബുദ്ധിസങ്കല്പം ആത്മാവിൽ നിന്നും ചൈതന്യം പകർന്നെടുക്കുമ്പോൾ ആനന്ദവും എന്തുകൊണ്ട് പകർന്നെടുക്കുന്നില്ല എന്ന് സംശയിക്കാനില്ല. ഗ്രഹണോപകരണങ്ങൾ ഉള്ളതിനെയെല്ലാം പകർന്നെടുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ലല്ലോ. ശബ്ദ രൂപ രസ ഗന്ധ സ്പർശങ്ങൾ സദാ സർവത്രയുണ്ടെങ്കിലും ഒരിന്ദ്രിയം ഒന്നിനെയല്ലേ ഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ആനന്ദമില്ലാത്തത് കൊണ്ടല്ല ഗ്രഹിക്കപ്പെടാത്തത്. ചില ചിത്തവൃത്തികൾക്ക് ആത്മാവിൻ്റെ ചൈതന്യം മാത്രം ഗ്രഹിക്കാനേ കഴിവുള്ളൂ. മറ്റു ചിലതിന് ആനന്ദത്തെയും ഗ്രഹിപ്പാനുള്ള കഴിവുണ്ട്. ഒരാൾക്ക് അഭ്യാസം കൊണ്ട് ആനന്ദഗ്രഹണ സമർത്ഥമായ ചിത്തവൃത്തി സദാ നിലനിർത്താൻ കഴിയുമെങ്കിൽ എപ്പോഴും ആനന്ദിക്കാമെന്നുള്ളതും ഇത്രയും കൊണ്ട് സിദ്ധമാകുന്നുണ്ടല്ലോ. ചിലർ ഇക്കാര്യത്തിൽ വീണ്ടും ഒരു സംശയം ഉന്നയിച്ചേക്കാം. ജ്ഞാനവും ആനന്ദവും ഭിന്നങ്ങളല്ല. ശബ്ദസ്പർശാദികളാകട്ടെ ഭിന്നങ്ങളാണ്. ഭിന്നങ്ങളായ ശബ്ദസ്പർശാദികളെ പ്രത്യേകം ഗ്രഹിക്കുന്നതിന് വിരോധമില്ല. ചിദാനന്ദങ്ങൾ അങ്ങനെ പറ്റുകയില്ലല്ലോ. ഈ സംശയവും ചിന്താരാഹിത്യത്തെയാണ് കാണിക്കുന്നത്. ചിദാനന്ദങ്ങൾ ഭിന്നങ്ങളല്ലാതിരിക്കുന്നത് അവയുടെ ആശ്രയമായ ആത്മാവിൻ്റെ തലത്തിലാണോ അതോ അവയെ ഗ്രഹിക്കുന്ന ചിത്തവൃത്തികളുടെ തലത്തിലാണോ? ആശ്രയമായ ആത്മാവിൻ്റെ തലത്തിലാണ് അഭിന്നതയെങ്കിൽ ശബ്ദസ്പർശാദികളുടെ കഥയും അതുതന്നല്ലോ. സ്പർശഗന്ധാദികൾ പുഷ്പത്തിൽ ഭിന്നങ്ങളല്ലാതെ സ്ഥിതി ചെയ്യുന്നു.
പൃഥിവിയിൽ 5 ഭൂതഗണങ്ങളും ഭിന്നങ്ങളല്ലാതെ സ്ഥിതി ചെയ്യുന്നത് കാണുന്നില്ലേ? എന്നാൽ ഇന്ദ്രിയങ്ങളുടെ തലത്തിലെത്തുമ്പോൾ അവ വേർപെടുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിനെന്ത്? ചിദാനന്ദങ്ങളും അവയെ ഗ്രഹിക്കുന്ന ചിത്തവൃത്തികളുടെ തലത്തിൽ ഭിന്നിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ശബ്ദസ്പർശാദികളെപ്പോലെ തന്നെയാണ് ചിദാനന്ദങ്ങളും. ആശ്രയത്തിൽ അഭിന്നങ്ങളാണെങ്കിലും അവയെല്ലാം ഗ്രഹണോപകരണങ്ങളുടെ മണ്ഡലത്തിലെത്തുമ്പോൾ ഉപകരണങ്ങളുടെ പരിമിതി അനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ഗ്രഹിക്കപ്പെടുന്നു. ഇതാണ് വസ്തുത. ഒരിക്കൽ കൂടി വായിക്കാം. പൃഥിവിയിൽ 5 ഭൂതഗണങ്ങളും ഭിന്നങ്ങളല്ലാതെ സ്ഥിതി ചെയ്യുന്നത് കാണുന്നില്ലേ? എന്നാൽ ഇന്ദ്രിയങ്ങളുടെ തലത്തിലെത്തുമ്പോൾ അവ വേർപെടുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിനെന്ത്? ചിദാനന്ദങ്ങളും അവയെ ഗ്രഹിക്കുന്ന ചിത്തവൃത്തികളുടെ തലത്തിൽ ഭിന്നിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ശബ്ദസ്പർശാദികളെപ്പോലെ തന്നെയാണ് ചിദാനന്ദങ്ങളും. ആശ്രയത്തിൽ അഭിന്നങ്ങളാണെങ്കിലും അവയെല്ലാം ഗ്രഹണോപകരണങ്ങളുടെ മണ്ഡലത്തിലെത്തുമ്പോൾ ഉപകരണങ്ങളുടെ പരിമിതി അനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ഗ്രഹിക്കപ്പെടുന്നു. ഇതാണ് വസ്തുത. സത്വഗുണപ്രധാനമായ ചിത്തവൃത്തിയിൽ ജ്ഞാനവും ആനന്ദവും ഏകീഭവിക്കുന്നു. അവ കൂടുതൽ നിർമ്മലങ്ങളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചിത്തവൃത്തികളിൽ കാമക്രോധാദി രൂപഭേദം പ്രാപിച്ച് രജോമണ്ഡലത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവിടെ ആത്മാവിൻ്റെ ആനന്ദാംശം തിരോഭവിക്കുന്നു. ചിത്തവൃത്തി ഈ ഘട്ടത്തിൽ മലിനമായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആശ്രയം മലിനമാണെങ്കിൽ പ്രതിബിംബം മങ്ങുന്നത് സ്വാഭാവികമാണല്ലോ. ഭൗതിക വസ്തുക്കളുടെ ഗുണങ്ങൾ കലർപ്പുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്നത് നാം കാണാറില്ലേ? പുളി നല്ല പുളിപ്പുള്ളതല്ലോ, പക്ഷേ അതിനോട് ഉപ്പ് കൂടി ചേർന്നാലോ? പുളി നല്ല പുളിപ്പുള്ളതല്ലേ, പക്ഷേ അതിനോട് ഉപ്പ് കൂടി ചേർന്നാലോ? പുളി കുറഞ്ഞു പോകുന്നു. അതുപോലെ ആശ്രയദോഷങ്ങൾ പ്രതിബിംബ ഗുണങ്ങളെ പലപ്പോഴും മാച്ചു കളയുന്നു എന്ന് കാണേണ്ടതാണ്. വിചാരവും യോഗവും. ഇതുവരെയുള്ള ചർച്ച കൊണ്ട് ആത്മാവ് പ്രിയതമ വസ്തുവാണെന്ന് സിദ്ധമായി. അതുകൊണ്ട് തന്നെ അത് ആനന്ദസ്വരൂപമാണെന്നും ബോധ്യമായി. പക്ഷേ ഇങ്ങനെ വിവേചിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. യോഗം പരിശീലിക്കാതെ ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റുന്നതല്ലല്ലോ. ഈ ധാരണ തെറ്റാണ്. യോഗം കൊണ്ട് കിട്ടാവുന്നതൊക്കെ വസ്തുവിവേക രൂപത്തിലുള്ള വിചാരം കൊണ്ടും കിട്ടാവുന്നതേയുള്ളൂ. യോഗസിദ്ധിപ്രകാരം മുൻപ് വിവരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പഞ്ചകോശ വിവേക രൂപത്തിലുള്ള വിചാരവും സാധകനെ സത്യാനുഭൂതിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. സാഖ്യന്മാർ എത്തിച്ചേരുന്നിടത്തു തന്നെ യോഗികളും എത്തിച്ചേരുന്നു. അങ്ങനെയല്ലേ ഭഗവാൻ ഗീതയിലും പ്രഖ്യാപിക്കുന്നത്? യോഗികൾക്കും വിവേകികൾക്കും ഫലപ്രാപ്തി ഒന്നു തന്നെ. ചിലർക്ക് യോഗാഭ്യാസം പ്രയാസമാണ്, മറ്റു ചിലർക്ക് വിവേക വിചാരം പ്രയാസമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സത്യാന്വേഷണത്തിനായി വ്യക്തമായും 2 മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് വാസ്തവമെങ്കിൽ യോഗത്തിനോട് എന്തിനാണ് പക്ഷപാതം തോന്നുന്നത്? ഫലപ്രാപ്തിയിൽ തുല്യമോ അല്പം അധികമോ ആയ സ്ഥാനം ജ്ഞാനത്തിനും ഉണ്ടെന്ന് അറിയേണ്ടതാണ്. രാഗദ്വേഷാദികൾ മാഞ്ഞു പോകേണ്ടത് ജ്ഞാനികൾക്കും യോഗിക്കും ഒരുപോലെ ആവശ്യവുമാണ്. ആത്മാവാണ് അത്യന്ത പ്രിയതമ വസ്തുവെന്നറിയുന്നവന് ബാഹ്യവിഷയങ്ങളിൽ വിശേഷിച്ച് പ്രീതിയൊന്നും ഉണ്ടാകുന്നില്ല. ബാഹ്യവിഷയങ്ങളെ അയാൾ പ്രതികൂലമായും കാണുന്നില്ല. ആത്മാവാണ് അത്യന്ത പ്രിയതമ വസ്തുവെന്നറിയുന്നവന് ബാഹ്യവിഷയങ്ങളിൽ വിശേഷിച്ച് പ്രീതിയൊന്നും ഉണ്ടാകുന്നില്ല. ബാഹ്യവിഷയങ്ങളെ അയാൾ പ്രതികൂലമായും കാണുന്നില്ല. അപ്പോൾ പിന്നെ രാഗത്തിനോ ദ്വേഷത്തിനോ എന്ത് അവകാശമാണ്? ആത്മാനുഭവത്തിന് പ്രതികൂലമായി വർത്തിക്കുന്ന ദേഹാദി കാര്യങ്ങളിൽ ദ്വേഷം കാണുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ആ ദ്വേഷം ജ്ഞാനിക്കും യോഗിക്കും ഒരുപോലെയുള്ളതല്ലേ? ദ്വേഷിക്കുന്നവൻ ജ്ഞാനി അല്ലല്ലോ എന്നാണെങ്കിൽ ദ്വേഷിക്കുന്നവൻ യോഗിയല്ലെന്നും ധരിക്കേണ്ടതാണ്. ദ്വൈതവസ്തു
പ്രതിഭാനവും ജ്ഞാനിക്കും യോഗിക്കും തുല്യമാണ്. ദ്വൈതവസ്തു പ്രതിഭാനവും ജ്ഞാനിക്കും യോഗിക്കും തുല്യമാണ്. യോഗിക്ക് സമാധി ദശയിൽ ദ്വൈതപ്രതിഭാനമില്ലല്ലോ എന്നാണെങ്കിൽ ജ്ഞാനിക്ക് അദ്വൈത അനുഭവ ദശയിൽ ദ്വൈതം പ്രതിഭാസിക്കുന്നില്ലെന്നും ഓർക്കേണ്ടതാണ്. സാധാരണ ലോകവ്യവഹാര ദശയിൽ മാത്രമേ ഇരുകൂട്ടർക്കും ദ്വൈതം ഭാസിക്കുന്നുള്ളൂ. അദ്വൈതാനുഭവ വേളയിൽ ജ്ഞാനിക്ക് ദ്വൈത പ്രതിഭാനമില്ലെന്നുള്ളത് കാര്യം 13ാമത്തെ പ്രകരണത്തിൽ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനിക്കും യോഗിക്കും ആത്മാനുഭവ വിഷയത്തിൽ വിശേഷിച്ച് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. രണ്ടിലേതു മാർഗമായാലും സർവമംഗളം കൈവരും. ജഗത്തിനെ മുഴുവൻ വിസ്മരിച്ച് എല്ലായ്പ്പോഴും നിജാനന്ദത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നവനാണ് യോഗിയെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഇവിടെ ഒരഭിപ്രായ വ്യത്യാസത്തിനും വകയില്ല. ഈ അഭിപ്രായമുള്ളയാൾ സർവോത്കർഷേണ വർത്തിക്കട്ടെ. ബ്രഹ്മാനന്ദ പ്രതിപാദകമായ ഗ്രന്ഥഭാഗത്തിൽ മന്ദബുദ്ധിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ആത്മാനന്ദം ഇങ്ങനെ വിവേചനം ചെയ്യുന്നത്. ഇത് മനസ്സിരുത്തി പഠിക്കുന്നയാൾക്ക് തീർച്ചയായും ആത്മാന്വേഷണത്തിന് പ്രചോദനം ലഭിക്കുന്നതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.